നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുള് പോലെ പൊത്ത്, അതുകൊണ്ടാണ് ഉരക്കുഴി എടുത്ത പേര്. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടൊക്കെ പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല അധികം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാറ പൊത്തിക്കൂടെല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്റർ താഴെ ലാസ്റ്റ് പൊന്തുന്നത്. അതിന്റെ ഉദാഹരണം മാത്രമാണ് ആ വളവിന്റെ ഇടയ്ക്ക് അടുത്തുനിന്ന് വലത്തോട്ടെല്ലാം പതവല ഒഴുകുന്നുണ്ടോ, പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ അധികം വെള്ളം ഒഴുകുന്നത്. ഇത് പല പൊത്തിക്കൂടെ പോയിട്ട് പല പല ഭാഗത്താണ് ഇത് പൊന്തുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ ആൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. പക്ഷെ അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാബ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുഴ കടന്ന് കാട്ടിക്കൂടെ കയറിയ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെ കക്കയോ ഉരക്കുഴി വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഇപ്പോൾ ഒഴുകി പോകുന്നത് നിങ്ങൾ വരുമ്പോൾ കരിയാത്തുമ്പോൾ തോണിക്കടവെല്ലാം കണ്ടോ, ആ തോണിക്കടവിലേക്ക് പോകുന്ന വെള്ളം ഇതാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ച കാലിൽ എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറയെക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറിയെന്ന് മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് എത്താനെത്തുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല, പാട പൊത്തിക്കൂടെയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. ഈ തൂക്കുപാലം ഉണ്ടാകും. നമുക്ക് ആ പാലത്തെ കയറി ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാലം നിർമ്മിച്ച് ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നുവിട്ടപ്പോൾ കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ വെള്ളവും കൂടി പാലം മൂടി മരത്തിന്റെ 3/4 ഭാഗം ഉയരത്തിൽ ഇവിടെയെല്ലാം 3 ദിവസം അഗാധമായ വെള്ളച്ചാട്ടം. അതിന്റെ ഫലമായിട്ട് തൂക്കോലം പൊട്ടിപ്പോയി. പിന്നെ കമ്പിവേലിയിലിട്ടായി. വേറെ പ്രത്യേകം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചാള പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായി, തടിച്ചവി, ഈ തലദേശകരി അങ്ങനത്തെ പ്ലേസാണ്. നിങ്ങളുടെ ഫോട്ടോ എല്ലാവരും കൂടെ എടുത്ത്